ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള റാഫലോ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. സാധാരണ പുഡിങ്ങിൻ്റെ സ്ട്രക്ചർ അല്ല. അതുപോലെ തന്നെ കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ പിന്നെ ഇതിലേക്ക് വാനില എസൻസ് വേണം, 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ജെലാറ്റിൻ വേണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അതുപോലെ മിൽക്ക് പൗഡറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്കും എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീമിന് പകരമാണ് മിൽക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം ഞാൻ തണുത്ത വെള്ളത്തിൽ ജെലാറ്റിൻ ഒന്ന് കുതിർക്കാൻ വെക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം തണുത്ത വെള്ളത്തിൽ ജെലാറ്റിൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രീം നന്നായി സ്റ്റിഫായി കിട്ടും. ഇപ്പം നമ്മുടെ ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓഫ് ചെയ്യാണ് ബീറ്റർ. കണ്ടില്ലേ, നല്ല പീക്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രീം നന്നായി തന്നെ സ്റ്റിഫായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ഞാൻ ജെലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ജെലാറ്റിന് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ എന്ന് പറഞ്ഞാൽ അടിയിൽ വലിയൊരു പാത്രത്തിലും വെള്ളം തിളക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു ബൗൾ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും ജെലാറ്റിന് ഈ ഒരു ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. നന്നായി തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ തണുക്കാൻ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാതെ കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു മിക്സിങ് സ്റ്റേജൊന്നും ബീറ്റർ വെച്ച് ചെയ്യാനേ പാടില്ല. നമ്മൾ തവി കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പാച്ചുല വെച്ചോ ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക്. ഞാനിവിടെ ഓൾറെഡി സ്വീറ്റൻഡ് ആയിട്ടുള്ള ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 1/2 ടിന്നാണ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം വരുന്നുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പുഡിംഗ് തന്നെയാണിത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിൽക്ക് പൗഡറിലേക്ക് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഫ്രഷ് ക്രീമിന് പകരമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും രണ്ടും വെച്ചിട്ടാണ് എല്ലാവരും റാഫലോ പുഡിംഗ് ഉണ്ടാക്കാറ്. പക്ഷേ ഞാനിപ്പോൾ ഫ്രഷ് ക്രീമിന് പകരം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഷോപ്പിൽ നിന്ന് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡായിട്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളത്, പുതിയ ഡേറ്റ് ഉള്ളതുമായിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് വല്ലാണ്ടങ്ങ് ഒരു കാറിയ ടേസ്റ്റ് ആയിരിക്കും കോക്കനട്ടിന്. ഇതിന് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കണം. ഇതിൽ മെയിനായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവറാണ് വരുന്നത്, കോക്കനട്ട് ഫ്ലേവർ. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം മാത്രമേ കഴിക്കാനായിട്ട് എടുക്കൂ. ഇപ്പോൾ 1 മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ 6 മണിക്കൂർ ശേഷമാണ് കഴിച്ചത്. അപ്പോഴാണ് ശരിക്കുള്ള നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം, കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം. പക്ഷേ നമ്മൾ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് ഒരു പാർട്ടിക്ക് അങ്ങനെയൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഉള്ള ഡെക്കറേഷൻ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷന് വേണ്ടി സാധാരണ റാഫലോ ക്യാൻഡിയാണ് യൂസ് ചെയ്യാറ് എല്ലാവരും. പക്ഷേ ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂണ്. അതിലേക്ക് 1 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു റാഫലോ ക്യാൻഡി പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോൾ ഉണ്ടാക്കുന്നത്, കോക്കനട്ട് ബോൾസ്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ഇനി ഈ ബോൾസിൻ്റെ അകത്തായിട്ട് ഞാനിവിടെ ഓരോരോ ബദാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, ഡെക്കറേഷൻ ഇല്ലാതെ അങ്ങനെ തന്നെ കഴിക്കാം. പക്ഷേ ഞാനിവിടെ ഏകദേശം ഒരു റാഫലോ ക്യാൻഡിയുടെ ഒരു രൂപത്തിലുള്ള ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ബദാം വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്നുകൂടി റൗണ്ടാക്കി എടുക്കുകയാണ്. ഞാനിവിടെ ഒരു 5 കോക്കനട്ട് ബോൾസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. സോറി, എൻ്റെ അടുത്ത് ഈ ഒരു സ്റ്റെപ്പ് റെക്കോർഡാക്കാൻ മറന്നുപോയി. ആക്ച്വലി ഞാൻ ഈ ഒരു കാരമലൈസ്ഡ് നട്ട്സ് ജസ്റ്റ് 2 സൈഡിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കാരമലൈസ്ഡ് നട്ട്സാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോക്കനട്ട് ബോൾസ് കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കൊരു റാഫലോ ക്യാൻഡിയുടെ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴേക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി വേണമെങ്കിൽ നടുവിലായിട്ട് കുറച്ച് കോക്കനട്ട് കുറച്ചുകൂടി ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കോക്കനട്ട് ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കഴിച്ചിരിക്കേണ്ട ഒരു പുഡിംഗ് തന്നെയാണിത്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.